വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് എങ്ങനെയാണ് വാട്സപ്പിൽ മലയാളം സംസാരിക്കില്ല ടൈപ്പ് ചെയ്യുക എന്ന് നോക്കാൻ പോവാണ് ഗൈസ്. ഇനി നിങ്ങൾ എളുപ്പത്തിലുള്ളൊരു ആപ്പ് പിടിച്ചാൽ മതി. ആപ്പിൻ്റെ പേര് ഇതാ ഗൈസ്, ഞാൻ ഫുൾ ടൈപ്പ് ചെയ്തുതരാം. ഇതാ മലയാളം കീബോർഡ്. ഇതാ ഗൈസ്, ഈ പച്ച കളറുള്ളത് ഈ സംഭവമാണ് നമുക്ക് വേണ്ടത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊന്നാവട്ടെ. ഇതാകെ ഒരു 2 മിനിറ്റിലാവും. നാളെ ഇപ്പം തന്നെ 67. ഗൈസ് എന്താ ഗൈസ്, ഇൻസ്റ്റാളിങ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നല്ല ആപ്പാണ് ഗൈസ്. 10 മില്യൺ ഡൗൺലോഡ്സൊക്കെ ഉണ്ട് ഇനി. ഈ ആപ്പിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് പറഞ്ഞിട്ടും ആക്കാം. എന്നിട്ട് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൽ ഇനേബിൾ മംഗ്ലീഷ് കീബോർഡ് എന്നടിക്കുക. എന്നിട്ട് ഇതൊന്ന് ഓക്കെ അമർത്തുക. ഇതൊക്കെ ഓക്കെ അമർത്തുക ഗൈസ്. ഇതിലൊരു പ്രശ്നമില്ല. പിന്നെ ചൂസ് മംഗ്ലീഷ് കീബോർഡ് എന്നാക്കിയിട്ട് ഇതിൽ മംഗ്ലീഷ് അമർത്തുക. ഇതാ ഗൈസ്, ഇതിലിപ്പോൾ ആക്റ്റീവായി. ഞാൻ കാണിച്ചു തരാം. ഞാൻ വാട്സപ്പ് എടുത്ത് കാണിച്ചു തരാം. അതാ ഇതിപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ഒരു ഇതിലിപ്പോൾ ഞാൻ ഇതാണ് ആ കീബോർഡ്. ഇതിലിപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മൾ ഈ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുക 8:40 ഗൈസ്. ഇവിടെ വരും പണിന്ന്. അപ്പോൾ ഗൈസ് ഇവിടെ വരും പണി. പിന്നെ ഇപ്പം നമുക്ക് സാധാരണ കീബോർഡ് വേണമെങ്കിൽ ഇവിടെ ഒരു പച്ച കളറിൽ മാന്ന് കണ്ടില്ലേ, അത് ഓഫാക്കി തരിക. അപ്പോൾ ശരിയായതാണ് വരിക. പിന്നെ ഇതിൽ വേറൊരു ഓപ്ഷനുണ്ട് ഗൈസ്. ആ ഓപ്ഷൻ എന്താ വെച്ചാൽ ഇവിടെ ഒരു ഇത് കണ്ടില്ലേ ഗൈസ്, ഇവിടെ ഇങ്ങനത്തെ ഒരു വോയിസ് ബട്ടൻ്റെ കണ്ടില്ലേ. ആ വോയിസ് ബട്ടൺ അമർത്തിയിട്ട് നമ്മൾ ഇതിൽ ഇനേബിൾ അമർത്തുക, ടൈലോ അമർത്തുക. എന്നിട്ട് ഞങ്ങൾ ഒന്ന് ബാക്ക് അമർത്തുക ഗൈസ്. എന്നിട്ട് പിന്നെയും അമർത്തുമ്പോൾ കണ്ട ഗൈസ്, നമ്മൾ പറയുമ്പോൾ അതുപോലെ അവിടെ എഴുതി കാണിക്കൂ. ഇതൊരു അടിപൊളി ആപ്പാണ്. ഞാൻ എപ്പോഴും ഈ ആപ്പ് ഉപയോഗിക്കുക ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.